ലാ ഹസദ ഇല്ലാ ഫിസ്നൈനി, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പറ്റില്ല, അസൂയ പാടില്ല. രണ്ട് കാര്യങ്ങളിൽ അസൂയ പറ്റും അല്ലെ. അസൂയ എന്ന് പറയുന്ന വല്ലാത്ത മാരകമായ ഒരു അസുഖമാണ്. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. കാരണം നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു രോഗമാണ് അസൂയ. അതേസമയത്ത് നിങ്ങൾ നോക്ക്, രണ്ട് കാര്യങ്ങളിൽ അസൂയ പറ്റുന്നതാ, രണ്ട് വ്യക്തികളോട് അസൂയ പറ്റും സഹോദരങ്ങൾ. ഏതാണ് ആ രണ്ട് കാര്യം? അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒന്നാമത്തത് റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ. ഒന്ന്, ഒരു മനുഷ്യനോട് ആ മനുഷ്യൻ അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഫഹുവ യത്ലൂഹു ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ. ആ മനുഷ്യൻ രാത്രിയും പകലുമൊക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഫസമിഅഹു ജാറുൽ ലഹു, അവന്റെ അയൽവാസിയായ മനുഷ്യൻ ആ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നു. തന്റെ അയൽക്കാരൻ പരിശുദ്ധ ഖുർആൻ രാവും പകലുമൊക്കെ ഓതുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന മനുഷ്യൻ കേൾക്കുകയാണ്. ഈ മനുഷ്യന്, ഖുർആൻ ഓതുന്ന മനുഷ്യനോട് അസൂയ പറ്റും. എങ്ങനെ അസൂയ? എങ്ങനെ അസൂയ? എങ്ങനെ അസൂയ? നബി തങ്ങൾ പറയുന്നു, ലാ ലൈതനീ ഊതീതു മിസ്ല മാ ഊതിയ ഫുലാൻ. ഞാനും ആ മനുഷ്യനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ മനുഷ്യനുള്ള കൊടുത്ത അറിവ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ, അതുപോലെ എനിക്കും അല്ലാഹു തന്നിരുന്നുവെങ്കിലോ ഞാനും അതുപോലെ പാരായണം ചെയ്യുമായിരുന്നു. അതാണ് ഒരു അസൂയ. അല്ലാതെ അവൻ്റെത് നീങ്ങിപ്പോകണമെന്നല്ല, അവൻ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യാം എന്ന് കരുതാം. രണ്ടാമതാരോടാണ് അസൂയ? വറജുലുൻ ആതാഹുല്ലാഹു മാലൻ. അല്ലാഹു ഒരു മനുഷ്യന് സമ്പത്ത് കൊടുത്തു സഹോദരങ്ങളെ, സമ്പത്ത് കൊടുത്തു. ഫഹുവ യുഹ്ലികുഹു ഫിൽ ഹഖ്. ആ മനുഷ്യൻ നല്ല കാര്യങ്ങളിലൊക്കെ അവന് കിട്ടിയ സമ്പത്ത് ഇങ്ങനെ ചിലവഴിക്കുകയാണ്. നല്ല വിഷയങ്ങൾക്ക് അവൻ അല്ലാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് അവൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോ അത് കാണുന്ന സമയത്ത് നമുക്കും കരുതാം, യാ ലൈതനീ ഊതീതു മിസ്ല മാ ഊതിയ ഫുലാൻ. ആ മനുഷ്യനല്ല കൊടുത്ത സമ്പത്ത് പോലെ എനിക്കും സമ്പത്ത് ലഭിച്ചിരുന്നുവെങ്കിൽ ഫഅമിൽതു മിസ്ല മാ യഅമലു, അവൻ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുമായിരുന്നു. അവൻ ചെയ്യുന്നത് എന്താണ്? അവൻ അല്ലാഹു കൊടുത്ത സമ്പത്ത് നല്ല വഴിയിൽ ചെലവഴിക്കുകയാണ്. അതിങ്ങനെ കാണുന്ന സമയത്ത് പള്ളിക്ക് കൊടുക്കുന്നു, മദ്രസക്ക് കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു, പ്രയാസങ്ങൾക്കുള്ളവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നല്ല വഴിയിൽ ചെലവഴിക്കുമ്പോൾ അത് കാണുമ്പോൾ എനിക്കും സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാനും അങ്ങനെ കൊടുക്കുമായിരുന്നു എന്ന് കരുതാം. ഇത് രണ്ടും അതുപോലെ